നമ്മൾ പറഞ്ഞ മുന്നത്തെ വീഡിയോയിൽ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കൺട്രോൾ ഫ്ലോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എപ്പോഴും ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ലോജിക് എന്ന് പറയുന്നതിനെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പലരും ചിന്തിക്കാറില്ല. അപ്പോൾ ലോജിക് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് എന്ന് പറയുന്നത് CPU-ൻ്റെ ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയതായി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇടത് ഭാഗത്ത് കാണുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ C++ലെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ആ വേരിയബിൾസൊക്കെ ആഡ് ചെയ്യുന്നതിനെക്കുറിച്ചും അപ്പുറത്ത് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചും. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ്സാണ്. അതായത് ഇടത്തെ ഭാഗത്തുള്ളത് നമ്മളെന്താ പറയുക C++ പ്രോഗ്രാം ആണെങ്കിൽ റൈറ്റ് സൈഡിൽ അതിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു അസംബ്ലി ലാംഗ്വേജിൻ്റെ ഒരു കോഡാണ്. ഇത് ഒരു എന്താ പറയുക ഭയങ്കര കറക്റ്റായിട്ടുള്ള ഒരു സാധനം എന്നല്ല, ഞാനൊരു കോൺസെപ്ച്വലായിട്ട് ഒരു C++ പ്രോഗ്രാമറുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കോൺസെപ്ച്വലായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിന് മൂന്നായിട്ട് ഞാൻ ആ പ്രോഗ്രാമിനെ തരംതിരിക്കുകയാണ്. അപ്പോൾ അത് ഞാനിവിടെ പറയാം. ഓക്കെ, മൂന്നായിട്ട് തരംതിരിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു പോർഷൻ, ഈ ഭാഗം, പിന്നെ നമ്മുടെ ഈഫ് കഴിഞ്ഞിട്ടുള്ള ഒരു പോർഷൻ, അതായത് ഞാൻ വേണമെങ്കിൽ ഇവിടെയല്ല പറയുന്നത്, ഓക്കെ, ഈ ഭാഗമല്ല, ഈഫ് വരെയുള്ള ഭാഗം, അതായത് ഞാൻ ഈ ബ്രേസിസിൻ്റെ ഇങ്ങനെ നിൽക്കുന്നു വെച്ചു, ഈ ഭാഗം. ഓക്കെ, അടുത്തത് ഈ ബ്രേസിസ് കഴിഞ്ഞിട്ടുള്ള പോർഷൻ. അപ്പോൾ ഈ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ആ ഭാഗത്തിന് എങ്ങനെ ഇതിൽ കാണിക്കാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണ്ടോ, എന് 10 അസൈൻ ചെയ്യുന്നു, 20 A+B, അതാണ് നമ്മൾ ഇവിടെ ഇത്രയായി ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഞാനൊരു വേറൊരു തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഇത്രയും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടം വരെ അത് വന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ പോർഷൻ എനിക്കിന്ന് തെറ്റുപറ്റി. ഇവിടെ അവസാനിച്ചില്ല, ഈഫ് ഉണ്ടല്ലോ, അതാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ലോജിക്കൽ ഓപ്പറേഷൻ അത് കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. AX എന്ന് പറയുന്നത് 30 ആണെങ്കിൽ എന്ന് ചോദിക്കുന്ന ചോദ്യവും അതല്ലെങ്കിൽ എന്ന് പറയുന്ന ആണെങ്കിലോ അല്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ, ജമ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ജമ്പ് നോട്ട് ഈക്വൽ, ഇത് ഈക്വലും അല്ലെങ്കിൽ 1050ലേക്ക് സ്വിച്ച് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, 1050 അല്ല, 1060 ആണ്. അതെ, 1060ലേക്കാണ് ജമ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനിതായിരുന്നു 1060 എന്ന് പറഞ്ഞതിലേക്ക് ജമ്പ് ചെയ്യാൻ പറഞ്ഞു. അത് ഞാൻ എന്താണെന്ന് പറയാം. അപ്പോൾ ഈ ജമ്പ് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്വിച്ച് ചെയ്യാൻ പറയുന്നത്, അതായത് നമ്മുടെ ഈ വരയ്ക്ക് ഈക്വലൻ്റ് ആയ പോർഷൻ, ഈ ബ്രേസിസിൻ്റെ ആ ഭാഗത്തുള്ള ഈക്വലൻ്റ് ആയ പോർഷനാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതിന് മുകളിലുള്ള പോർഷൻ ഈ പോർഷനാണ്. രണ്ടാമത്തെ ഈ പോർഷൻ A=25 ആക്കുന്നത് കണ്ടോ, 25 ആക്കുന്നു, 10 ആക്കുന്നു. അത് കഴിഞ്ഞാൽ നമ്മൾ കോമൺ കോഡാണ് ഇതില്ലെങ്കിലും വർക്ക് ചെയ്യുന്ന കോഡാണ്. ഇതല്ലെങ്കിലും വർക്ക് ചെയ്യുന്ന കോഡ് എന്നല്ലേ പറയുന്നത്. അങ്ങനത്തെ ഒരു കോഡിലേക്ക് വരണമെങ്കിൽ C+= എന്ന് പറയുന്നത് ആ കോഡാണ് ഇവിടെ 1060ക്ക് ശേഷമുള്ള കോഡ്. കണ്ടോ, ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ 1060 എന്ന് പറഞ്ഞാൽ ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. ഇത് ഈക്വൽ അല്ലെങ്കിൽ 30 അല്ലെങ്കിൽ ഇവിടേക്ക് ജമ്പ് ചെയ്യാൻ പറഞ്ഞു. 30 ആണെങ്കിലോ ഇതും കൂടി കഴിഞ്ഞിട്ട് ഇവിടേക്ക് ഓട്ടോമാറ്റിക്കലി എത്തും. അതാണ് ഈ ജമ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിന് സിമിലർ ആയൊരു സാധനം നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല, എന്നാലും ഉള്ളതാണ്. C പ്രോഗ്രാമിംഗ് ഗോ ടു എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ലേബലിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറയുന്നില്ലേ, അതാണ് ഇതിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഒരു ഈഫ് എഴുതിയിട്ട് നമ്മളൊരു ഗോ ടു പറയുന്നതിന് ഈക്വലൻ്റ് ആണ് ഈ പറയുന്ന കോഡ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഈക്വൽ അല്ലെങ്കിൽ ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ഇത് കണ്ടോ, ഈ പ്രോഗ്രാം ലോഡ് ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ്സിലാണ്. അതേപോലെ മെമ്മറി നമ്മൾ വേരിയബിളായിട്ട് ഉള്ളതിനും ഒരു അഡ്രസ്സ് എക്സ്പെക്റ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇത് മെമ്മറിയിൽ കാണുമ്പോൾ ഇത് ആക്ച്വലി 100 എന്ന് പറഞ്ഞ നമ്പറും ഇതുവരെയുള്ള നമ്പർ ആയതുകൊണ്ട് ഇത് 1000 ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ മെമ്മറി ഇതിൻ്റെ മുകളിൽ എവിടെയോ ആണ്. ഓക്കെ, മെമ്മറി സിംപ്ലി ഒരു നീളത്തിലുള്ള ഒരു സാധനം പോലെയായിട്ടാണ് നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സിമ്പിൾ ഫോം ടു തിങ്ക്. അപ്പോൾ നമ്മൾ എല്ലാതും പോയിൻ്ററും ആണെന്ന് പറയും. ഫംഗ്ഷൻ പോയിൻ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുമ്പോൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. അഡ്രസ്സ് കണ്ടോ, 1000 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ സ്ഥലത്താണ് എൻട്രി വരുന്നതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. ആ നമ്പറാണ് നമ്മൾ ഫംഗ്ഷൻ പോയിൻ്ററിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു ഇൻറ്റീജർ വേരിയബിളിൻ്റെ അഡ്രസ്സ് എടുത്ത് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് A എന്ന് പറഞ്ഞതിൻ്റെ അഡ്രസ്സ്, Aയുടെ അഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഈ 100 ആണ്. ബേസിക്കലി എല്ലാ പോയിൻ്ററിനും സൈസ് 4 ബൈറ്റ് ആണെന്ന് പറഞ്ഞാൽ ഈ 100 എന്ന് പറഞ്ഞ നമ്പർ സ്റ്റോർ ചെയ്തിരിക്കുന്നത് 4 ബൈറ്റിനകത്തായിരിക്കും, 1000 സ്റ്റോർ ചെയ്തിരിക്കുന്നത് 4 ബൈറ്റിനകത്തായിരിക്കും. അപ്പോൾ പോയിൻ്റർ എന്ന് പറഞ്ഞതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുക, അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ്. അതുകൊണ്ടാണ് ഫംഗ്ഷൻ പോയിൻ്ററും എല്ലാം ഒന്നുപോലെ പ്രോഗ്രാം ചെയ്യുന്ന ആൾക്കാർക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൻ്റെ കോൺസെപ്ച്വലി പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലോജിക്കൽ ഓപ്പറേഷനാണ് ഈ കമ്പയർ എന്ന് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ബേസ് ചെയ്തിട്ട് ജമ്പ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഈക്വൽ ആണെങ്കിൽ
ഇത് ഇങ്ങോട്ട് ഈക്വൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയും, ഈക്വൽ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ഇങ്ങോട്ട് വർക്ക് ചെയ്യും. ഇനി ഇതിനകത്ത് ഒരു ചെറിയൊരു കാര്യം കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ളതുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എന്ത് സാധനം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, മെമ്മറിയിൽ നിന്ന് സീക്ക് ചെയ്യുമ്പോൾ CPU-ൻ്റെ അകത്ത് ക്യാഷ് ചെയ്യും. ക്യാഷ് ചെയ്യുന്നതനുസരിച്ച് ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. അതായത് നമ്മൾ പറഞ്ഞതല്ലാതെ അതിനടുത്തുള്ളതൊക്കെ അവർ എടുത്തു വയ്ക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പ്രോഗ്രാം ടോട്ടലി ലോഡ് ചെയ്തിരിക്കുമ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. അപ്പോൾ ഇങ്ങനത്തെ തരം കുറേ ഒപ്റ്റിമൈസേഷൻസ് പ്രോസസ്സറിൻ്റെ അകത്തും ഉണ്ടാവും. ഉദാഹരണത്തിന് പൈപ്പ് ലൈനിങ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിങ് അതുണ്ട്. അതായത് നമ്മൾ ഈ ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് തൊടുത്ത അടുത്ത ഇൻസ്ട്രക്ഷൻ കുറച്ച്, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞാലും ആക്ച്വലി അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ന് വേണ്ട കുറച്ച് സീക്കിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻറ്റേർണലി സംഭവിക്കണം. അപ്പോൾ അതൊക്കെ പൈപ്പ് ലൈൻ ചെയ്യാന്ന് പറയും. ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ തരം ഒപ്റ്റിമൈസേഷൻസ് വരുമ്പോൾ ഞാൻ പറഞ്ഞത് കമ്പൈലറിൻ്റെ ജോലിയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ഈക്വൽ ആവാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ ഓക്കെ, നമ്മൾ ഈക്വൽ ആവുന്നതാണ് കൂടുതലാണെങ്കിലാണ് ഈ കോഡ് നല്ലത്. ഇല്ലെങ്കിൽ ജമ്പ് ഈക്വൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അതാണ് ഇൻസെർട്ട് ചെയ്തിട്ട് ഈ ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ഇൻസ്ട്രക്ഷൻ ഇതിനെ വേറെ സ്ഥലത്ത് വെച്ച് അവിടെ നിന്ന് തിരിച്ച് ജമ്പ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും ലാഭം. ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാഷ് ചെയ്യുന്നതും ഇൻസ്ട്രക്ഷൻ നേരത്തെ എടുത്ത് ഉപയോഗിക്കുന്നത് ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ചിങ് എന്നൊക്കെ പറയുന്ന ഓപ്ഷൻസൊക്കെ ഇങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കമ്പൈലറിൻ്റെ ചില ഒപ്റ്റിമൈസേഷൻസ് നമ്മൾ എനേബിൾ ചെയ്യണോ വേണ്ടതെന്നൊക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കമ്പൈലർ ഒപ്റ്റിമൈസേഷൻ എടുത്ത് കളയാമെന്നൊരു തീരുമാനമൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ പ്രോഗ്രാം ടോട്ടലി സ്ലോ ആവുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെയാണ് വരുന്നത്, നമ്മൾ എഴുതിയ പ്രോഗ്രാമിന് ഇങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിൽ ലോജിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ALU എന്ന് പറയുന്ന എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ വരുന്നത്. ഇത് അരിത്തമെറ്റിക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു മൈക്രോ പ്രോസസറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളൊരു പ്രോഗ്രാമർ C++ അല്ലെങ്കിൽ C പ്രോഗ്രാമർ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റാക്കിന്, അതായത് കോൾ സ്റ്റാക്ക് അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് ആണ് ഉള്ളത്. അതായത് ഇൻ്റഗ്രേറ്റഡ് ആയ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ച് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ സ്ട്രക്ചർ നമ്മൾ ഈ പറയുന്ന പ്രോസസ്സറിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു ഫസ്റ്റ് ലെവലിലെല്ലാം കഴിഞ്ഞു, ഒരു ഫംഗ്ഷനകത്തുള്ള ലെവലിൽ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്.